പഠിച്ചോ തന്നെ വേദനയാക്കാണ്. എന്ത്? നിന്നിൽ നിന്ന് പോകേണ്ട ഒരു സാധനം പോണ്ടേണ്ട്. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പ്രയാസം. 10 കൊല്ലമായി സെഹറിലാണ് എന്ന് പറഞ്ഞ ഒരാൾ ഈ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ട്. 10 കൊല്ലമായി സെഹറിലാണ്. പോകാത്ത സ്ഥലമില്ല, പോകാത്ത വഴിയില്ല, പോകാത്ത ഉസ്താദില്ല, പോകാത്ത അവസാനം ദാറു ഖുർആനിൽ വന്നതാണ്. അള്ളാഹു അവരെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ, എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. പക്ഷെ നോക്കൂ, നിങ്ങൾ ആര് വിചാരിച്ചിട്ടില്ല? അള്ളാഹു വിചാരിച്ചില്ല. ചികിത്സാനെ കുറ്റം പറയണ്ട. ഇത് നിന്റെ ഒരു പീരീഡാണ്. എന്തിൻ്റെ? സബറിന്റെ. അല്ലെങ്കിൽ 1-ാം ദിവസം തന്നെ അതിന് പറ്റിയ ചികിത്സാരി എനിക്ക് കാണാലോ. അടിമക്ക് 4 സമയമുള്ളൂ, 5-ാമത്തെ സമയമില്ല. അടിമക്ക് 4 സന്ദർഭമുള്ളൂ, 5-ാമത്തെ സന്ദർഭം ഇല്ല. ഫഇന്നൽ അബ്ദ ഫി 4 ഔഖാത്തിൻ ലാ ഖമീസ ലഹ. 4 സമയത്തിൽ ഒതുങ്ങും ഒരു മനുഷ്യന്റെ സമയം എന്ന് പറഞ്ഞാൽ. ആ സമയത്തെ ഒന്നിരിക്കൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ. ഇനി 5ഇല്ല. ഓരോ നിമിഷവും അങ്ങനെയാണ്. ഈ 4-ൽ 1-ലായിരിക്കണം അവൻ. അപ്പോൾ അടിമയാണ്. അപ്പൊ അടിമയാണോ അല്ലേ എന്ന് പരിശോധിക്കാനുള്ള ഒരു മാനദണ്ഡം. ഞാൻ അടിമയാണോ, ഞാൻ അടിമയല്ലേ? അടിമയാണെങ്കിൽ രക്ഷപ്പെടും. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഒരു സ്ഥിരമായ സ്വാധീനം പിശാചിന് അടിമയുടെ മേലുണ്ടാവില്ല. സാന്ദർഭികമായി ചിലപ്പോൾ പിശാച് കയറിയേക്കാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സന്ദർഭത്തിൽ പിശാച് കയറും. സന്ദർഭത്തിൽ ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വ്യഭിചരിക്കുന്ന വ്യക്തി വ്യഭിചരിക്കുന്ന സമയത്ത് അവനിൽ ഈമാൻ ഉണ്ടാവില്ല. അതേസമയത്ത് സ്വഹാബി വ്യഭിചരിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു സെക്കൻഡിൽ, ഒരു നിമിഷത്തിലുള്ള പിശാചിന്റെ സ്വാധീനം സ്ഥിരമായി ഉണ്ടാവില്ല. അപ്പൊ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഒരു സ്വാധീനം പിശാചിന് അടിമയുടെ മേൽ ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല. സ്ഥിരമായ സ്വാധീനം ഉണ്ടാവില്ല. ഒരു അബദ്ധം പറ്റിയേക്കും, ഒരു തെറ്റ് പറ്റിയേക്കും, സ്ഥിരമാവില്ല. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്നവരെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞത്? വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ ഫീ സമൂമിൻ വഹമീമിൻ വളില്ലിൻ മിൻ യഹ്മൂമിൻ ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുതറഫിൻ വകാനൂ യുസിറൂന അലൽ ഹൻസിൽ അളീം. അവർ വലിയ കുറ്റത്തിന്റെ മേൽ നിലനിന്നവരാണ്. തിരിഞ്ഞിട്ടില്ല. കുറ്റം അടിമ ചെയ്യൂലേ? ചെയ്യും. പക്ഷെ എന്തിണ്ടാവില്ല? നിലനിൽക്കൂല. വകാനൂ യുസിറൂൻ. അവർ നിലനിന്നു. എന്തിൻ്റെ മേൽ നിലനിന്നു? അലൽ ഹൻസിൽ അളീം, മഹാകുറ്റത്തിന്റെ മേൽ നിലനിന്നു. അപ്പൊ ഇത് വളരെ പരിശോധിക്കാൻ ഞാൻ പറയാൻ പോവുകയാണ്. ഒരു അടിമക്കൊരു ഒരു വൃത്തം വരക്കാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസി. അടിമ 4-ൽ ഒരവസ്ഥയിലൊതുങ്ങും. 5-ാമത്തെ ഒരവസ്ഥ ഇല്ല. എന്താണ് ഈ 4? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. കേറി അല്ലാഹു 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 അല്ലാഹു. നീ അല്ലാഹുവിന്റെ അടിമയാണെങ്കിൽ നീ പരിശോധിക്കുക. ഇമ്മാ അൻ തകുന ഫീ വഖ്തി നിഅമത്തിൻ, ഇമ്മാ അൻ തകുന ഫീ വഖ്തി നിഅമത്തിൻ. ഒന്നിരിക്കൽ നീ നിഅമത്തിന്റെ ഒരു അവസ്ഥയിലായിരിക്കും. ഇമ്മാ അൻ തകൂന ഫീ വഖ്തി നിഅമത്തിൻ. ഒന്നിരിക്കൽ ഒരു നിഅമത്തിന്റെ അവസ്ഥയിലായിരിക്കും നീ. അടിമക്ക് ഒരു നിഅമത്ത് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന ഒരു സമയമായിരിക്കും. ഒരു നിഅമത്ത്
ഒരു ദുന്യാവിയായ നിഅമത്ത് എന്ന് കൂട്ടിക്കോളൂ, ദുന്യാവിയായ സൗകര്യം എന്ന് കൂട്ടിക്കോളൂ. ഫമുഖ്തദൽ ഹഖ് മിൻക വുജൂദു ശുക്ർ, അപ്പോൾ ഹക്ക് ആവശ്യപ്പെടുന്നത് നിന്നിൽ നിന്ന് ശുക്ർ ഉണ്ടാകലാണ്. അതായത് അടിമക്ക് നിഅമത്ത് ലഭിക്കുമ്പോൾ അടിമ ഷാക്കിറായിരിക്കും. അപ്പൊ നിഅമത്ത് ലഭിക്കുമ്പോൾ ശുക്ർ ഉള്ളവൻ ആരായിരിക്കും? അടിമയായിരിക്കും. മനസ്സിലായില്ല? നിഅമത്തിൽ ലഭിച്ചപ്പോൾ നിഗളിച്ചവനല്ല. നിഅമത്ത് ലഭിച്ചപ്പോൾ അത് അബ്ദിന്റെ സ്വഭാവമാണ്. നിഅമത്ത് ലഭിക്കുമ്പോൾ ഫമുഖ്തദൽ ഹഖ് മിൻക വുജൂദു ശുക്ർ, ഹക്കിന്റെ തേട്ടം, നിന്നോടുള്ള തേട്ടം, വുജൂദു ശുക്രി, നിനക്ക് നന്ദി ഉണ്ടാകലാണ്. അതായത് ഒരു നിഅമത്തുള്ളവൻ ആ നിഅമത്തുണ്ടാകുമ്പോൾ അവനിൽ നിന്ന് എന്ത് സംഭവിക്കണം? ശുക്ർ സംഭവിക്കണം. എന്നാൽ അവൻ അടിമയുടെ വൃത്തത്തിലാണ്. ഫമുഖ്തദൽ ഹഖ് മിൻക വുജൂദു ശുക്ർ, ഫമുഖ്തദൽ ഹഖ് മിൻക വുജൂദു ശുക്ർ ഇമ്മാ അൻ തകൂന ഫീ വഖ്തി നിഅമത്തിൻ. 4 സമയമുള്ളൂ, 5 സമയമില്ല. ഒന്നിരിക്കൽ ഉറക്കം. ഉദാഹരണം പറയാം, ഉറങ്ങുമ്പോൾ ഇത് നിഅമത്താണെന്ന് മനസ്സിലാവില്ല. ഒരു ഉറുപ്പ്യ കിട്ടുമ്പോൾ ഇത് നിഅമത്താണെന്ന് മനസ്സിലാവും. ഒരു സുഖം അനുഭവിക്കുമ്പോൾ ഇത് നിഅമത്താണെന്ന് മനസ്സിലാവും. പക്ഷെ ഉറക്കം അനുഭവിക്കുമ്പോൾ അതൊരു നിഅമത്താണെന്ന് അപ്പം അറിയൂല. ഒരു ശുഊറും ഇല്ലാത്തൊരവസ്ഥയാണ് എന്ത്? ഒരു ബോധവും ഇല്ലാത്ത അവസ്ഥയാണല്ലോ എന്ത്? ഉറക്കം. അപ്പൊ ഈ എണ്ണീറ്റ ഉടനെ പിന്നെ പറയും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന. അത് മനസ്സിലായില്ല. ബോധമാണ് പേരുന്ന ആദ്യത്തെ സമയം അവൻ പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന. കാരണം അവൻ എന്ത് ചെയ്തു? അവന് എന്ത് കിട്ടി? പറ മോനെ, ഏതാണ് നിഅമത്ത്? ഉറക്കം. ഉറക്കൊരു ഉദാഹരണം. അപ്പൊ ആ നിഅമത്ത് കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്തു? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹിന്റെ തുടങ്ങിയതന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. എന്തുകൊണ്ട്? അവൻ അബ്ദാണ്. കാരണം അബ്ദിന് നിഅമത്ത് ലഭിച്ചാൽ നിഅമത്ത് നൽകിയ മുനഇമിനെ ഓർക്കാതിരിക്കാൻ അടിമക്ക് കഴിയില്ല. അത് നിന്നിൽ നിന്ന് സംഭവിക്കുന്നില്ലേ? ഈ അവസ്ഥയിൽ നീ എന്തിൽ കയറിയിട്ടില്ല? അബ്ദിൽ കയറിയിട്ടില്ല. നിസ്കരിച്ചുകൊണ്ട് അബ്ദാവൂല. തല്ല കൊടുത്ത് ചിന്തിക്കണം. ഖുർആനിൽ അവിടെ പറഞ്ഞത് നിസ്കരിച്ചതുകൊണ്ട് നബി അടിമയായി എന്നല്ല, പകരം അടിമ നിസ്കരിച്ചതുകൊണ്ട് അടിമയതല്ല. അതിൻ്റെ അപ്പുറത്ത് ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിച്ചോര് അടിമ അല്ലാത്തവരും ഉണ്ട്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ, അബ്ദിനെ കണ്ടില്ലേ? ഇതാ സ്വല്ല, അബ്ദ് നിസ്കരിക്കുമ്പോൾ. അപ്പൊ അബ്ദ് നിസ്കരിക്കും ചെയ്യും, നിസ്കരിക്കാതിരിക്കും ചെയ്യും. അബ്ദ് അല്ലാത്തവർ നിസ്കരിക്കും. മനസ്സിലായില്ല? നിസ്കരിച്ചോര് മുഴുവനും നിസ്കരിക്കുന്നവര് മുഴുവനും ആരാവൂല? അബ്ദാവൂല. അബ്ദ് നിസ്കരിക്കും, അത് വേറെയാണ്. പിന്നെ പറയും, ലാസ്റ്റ് പറയുന്നുണ്ട്. അബ്ദ് നിസ്കരിക്കും, പക്ഷെ നിസ്കരിച്ചോണ്ട് അബ്ദാവൂല. എന്നാ അബ്ദ് എന്ത് ചെയ്യും? നിസ്കരിക്കും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഒരു അനുഗ്രഹം ലഭിക്കുമ്പോൾ അബ്ദിൽ നിന്ന് എന്തുണ്ടാവണം? ശുക്ർ ഉണ്ടാവണം. അപ്പോൾ ആ സെക്കൻഡിൽ നീ എവിടുന്ന് പോയിട്ടില്ല? അബ്ദിയത്ത് പോയിട്ടില്ല, അബ്ദ് തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് ഇത് എന്റെ റബ്ബിന്റെ അനുഗ്രഹമാണ് എന്ന് അവന് ബോധം ഉണ്ടാവുക. ബോധം എന്തിട്ടിയാലും എന്തും. ഈ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ വന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി, ഒരു ഭാര്യക്കാരൻ എന്നോട് പറഞ്ഞു, ഇന്നാലിന്റെ സ്ഥലത്താണ് കച്ചവടമാണ് കുറവാണ്, അവന് നിഅമത്ത് കുറവാ. അതിനെന്താ പിന്നെ പറയാം? പക്ഷെ നിഅമത്ത് കിട്ടുന്ന സമയത്തോ എന്ത് ചെയ്യണം? പറയാൻ ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹമാണെന്ന് ബോധം ഉണ്ടാവും. ഏറ്റവും വലിയ ശുക്ർ അത് തന്നെ.
ഏറ്റവും വലിയ ശുക്ർ അതന്നെ. എന്ത് ബോധം ഉണ്ടാവില്ല. ഇത് എന്റേതല്ല, ഇത് ഞാൻ അധ്വാനിച്ചതോട് കിട്ടിയതുമല്ല. അധ്വാനിച്ചോണ്ട് കിട്ടൂല, അധ്വാനിക്കാത്തോണ്ട് കിട്ടാതിരിക്കൂല. ഞാൻ വലിയൊരു ധനാഢ്യന്റെ കഥ നിങ്ങളോട് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കുതിര വണ്ടിയിൽ പോയ എന്നോട് ഉസ്താദോ ബാപ്പയോ രണ്ടിലൊരാൾ പറഞ്ഞ, കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വളപട്ടണം കഴിഞ്ഞപ്പോൾ ഒരു വലിയ മനോഹരമായ തോട്ടം കണ്ടു. അപ്പൊ തോട്ടം കണ്ടപ്പോൾ മുതലാളിക്ക് ആ തോട്ടം വിലക്ക് വാങ്ങണമെന്ന് ആഗ്രഹമായി. എല്ലാ തോട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുതലാളി അതിനെ കാര്യസ്ഥനെ വിളിച്ച് അന്വേഷിച്ചു. അപ്പൊ കാര്യസ്ഥൻ പറഞ്ഞു, ഇത് വിൽക്കുവോ? പറഞ്ഞു പറയാൻ പറ്റൂല. മുതലാളി എപ്പോഴെങ്കിലും വരും. മുതലാളി കോഴിക്കോടുള്ള. അപ്പൊ കുറച്ച് വീണ്ടും അന്വേഷിച്ചു, ആരാണ്, എന്താ മുതലാളിന്റെ പേര്? അപ്പൊ മുതലാളിന്റെ പേര് പറഞ്ഞു കൊടുത്തു. ആരെന്നെ ഇയാളെന്നെ മുതലാളി എളുപ്പി വന്നിട്ടുള്ളത്. പക്ഷെ മുതലാളിക്ക് എന്താ അറിയില്ല, ഇതിന്റെ മുതലാന്നറിയില്ല. മനസ്സിലായില്ല. ഇതൊരു അധ്വാനമല്ല, ഇങ്ങനെ കൊടുക്കാണ്. ആര്? പഠിച്ചോ. അധ്വാനിച്ചോണ്ട് കിട്ടൂല, അധ്വാനിക്കാത്തതുകൊണ്ട് കിട്ടാതിരിക്കൂല. എത്ര ബുദ്ധിമാന്മാരുടെ ജീവിതം മുട്ടിക്കാൻ അവർ പാടുപെടും. രാവിലെ ചോറുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറുണ്ടെങ്കിൽ രാത്രി ഉണ്ടാവില്ല. അലിപ്പിന്റെ വിവരല്ല, ഓന് തിന്നിട്ട് കൂറ്റം കുട്ടിയിട്ട് ബാക്കിയാണ്. അങ്ങനെ ഉണ്ടാവും. അലിപ്പിന്റെ വിവരമില്ലാത്ത മന്ത്രിക്ക് സല്യൂട്ട് അടിക്കും ആര്? IAS ചോറിട്ടണമെങ്കിൽ സല്യൂട്ട് അടിക്കണം. മന്ത്രിക്കോ ഒന്നിന്റെ ആവശ്യമില്ല. മന്ത്രി തിരിച്ച് സല്യൂട്ട് അടിക്കൂല, ഇങ്ങനെ പോവുകയുള്ളൂ. എന്നാ മന്ത്രിക്കോ അലിപ്പിന്റെ വിവരം പണ്ടുമില്ല, ഇപ്പൊ തിരിയില്ല. ചിന്തിക്കണം. ജാഹിലി റിസ്ക് വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാവേണ്ട പറഞ്ഞു. വളരെ ചിന്തിക്കണം. അപ്പൊ നിഅമത്ത് എന്ന് പറയുന്നത് ഒരാൾ അധ്വാനം കൊണ്ട് വരുന്നതല്ല. അധ്വാനം സബബാണ്. ചിലപ്പോൾ അധ്വാനിക്കാതിരിക്കലും ചിലപ്പോൾ സബബായിരിക്കും. അതൊക്കെ ദാനാണ്. ആരുടെ? ഉറക്കെ പറയും. ഇതാ തീരുമാനിക്കുക. ആരുടെ? അള്ളാന്റെ ദാനമാണ് നിഅമത്ത്. കൊടുക്കും കൊടുക്കാതിരിക്കും, അള്ളാന്റെ ദാനാണ്. അപ്പൊ ഒരു ബോധം വേണം. ഒരു അടിമയാണെങ്കിൽ എന്ത് വേണം? ഇതെന്റെ റബ്ബെനിക്ക് തന്നതാണ്. ചിലപ്പോ നീ കഠിനാധ്വാനം ചെയ്ത് കിട്ടിയതാണ്, പക്ഷെ എന്നാലും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കിട്ടൂല. കഠിനാധ്വാനം ചെയ്തത് കൊണ്ട് കിട്ടൂല. എന്നെക്കാൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് കിട്ടുന്നില്ല. മറ്റോ തീരെ അധ്വാനിക്കണില്ല, ഓന് കിട്ടുന്നുണ്ട്. മനസ്സിലാക്കണം അത്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? പടച്ചോൻ എനിക്ക് തന്ന ഒരു ദാനം. അപ്പൊ ഈ മനസ്സിലാക്കലിൽ നിന്ന് അവനിൽ എന്തുണ്ടാകണം? ഞാൻ അതിലില്ല. ഞാൻ ഇല്ലാത്ത കൊണ്ടാണല്ലോ എന്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഞാനില്ല. ലാ ഹൗല വലാ ഖുവത. ഞാനില്ല. ഒരു ശക്തിയില്ല, ഒന്നുമില്ല, കഴിഞ്ഞിട്ടില്ല, ഒരു കഴിവും എനിക്കില്ല. അപ്പോൾ 4 സമയമാണ് അടിമക്കുള്ളത്. ഒന്നാമത്തെ സമയം അന്തകുന ഫി വഖ്തി നിഅമതി ഫമുഖ്തൽ ഹഖ് മിൻക വജൂദ് ശുക്ർ. എഴുതിക്കണം, ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കണം, മറ്റുള്ളവർ പഠിപ്പിക്കണം. ഇനി 2. وإما أن تكون في وقت شدة فمقتضى الحق منك وجود الصبر. وإما أن تكون في وقت شدة ചിലപ്പോൾ നീ പ്രയാസത്തിന്റെ അവസ്ഥയിലായിരിക്കും. പ്രയാസം. فمقتضى الحق منك وجود الصبر. അപ്പോൾ ഹക്ക് തേടുന്നത് നീ ക്ഷമിക്കണം. അത് പഠിച്ചോ നിനക്ക് തരിക. അതിലൊരു ലാഭം ഉണ്ടാവും, ലാഭം ഉണ്ടാവും, എന്തുണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. എന്തു ലാഭമായിരിക്കും. അപ്പൊ രണ്ടാമത്തെ അവസ്ഥ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അവസ്ഥ പ്രയാസത്തിന്റെ അവസ്ഥയിലായിരിക്കും.
فمقتضى الحق منك وجود الصبر. പ്രയാസപ്പെടുത്തും ആര്? അല്ലാഹു. എന്തേ? നിനക്ക് ലാഭം ഉണ്ടാകണം, നിനക്ക് ലാഭമുണ്ടാകണം, നിനക്ക് ലാഭമുണ്ടാകണം. ലാഭം ഉണ്ടാവണം. ശരീരം ഉഴിച്ചിലാരിന് വിട്ടുകൊടുത്ത് ഉഴിച്ചിലാരിൻ്റെ മുന്നിൽ കടന്ന ആളുകൾക്ക് കൈപ്പൊക്കാം. എന്നെങ്കിലും ഒരു ഉഴിച്ചിലാരിൻ്റെ മുന്നിൽ ഒന്ന് കടന്നവർക്ക് 1, 2, 3, 4 ബാക്കിൽ നിന്നാണല്ലോ ഉഴിച്ചിലേര്, മുന്നിലൊന്നും ഒഴിഞ്ഞിട്ടില്ല അവർ. അതെ ഉണ്ട്, കുറച്ചുണ്ട്. ഈ ഉഴിച്ചിലുകാർ എന്താ എന്നെ ചെയ്യുക? അത് ബുദ്ധിമുട്ടിക്കും, തിരുമും. അപ്പൊ നിനക്ക് തൊല്ലിപ്പോവും, രോമം പറയും, വേദനയാവും. വേദന ആക്കാത്ത ഒഴിച്ചിലായിരുന്നാണെങ്കിൽ ഒഴിച്ചിലായിരുന്നു അല്ല. മനസ്സിലായില്ല? എന്നെ ബഹുമാനിച്ചിട്ട് പോയി അതിന് എണ്ണയൊക്കെയാണ് പറയാം. അതിനെന്ത് പറയില്ല, ഒഴിച്ചിലെന്നറിയില്ല. മനസ്സിലാണ്ട് പറഞ്ഞത് അത് ഒഴിച്ചിലല്ല. നമ്മളിപ്പോൾ പുറം ഒരക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഭാര്യയോട് പറയും ഇതൊന്ന് പുറവരച്ചോണ്ടാ. ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം കൂടുമ്പോഴെങ്കിലും അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോഴെങ്കിലും ഭാര്യയെ കൊണ്ടത് പുറം ഒരപ്പിക്കും. അതൊരു സ്വാഭാവികമാണ്. കാരണം നമ്മൾക്കാണ് കൈ എത്തൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മളോടുള്ള ബഹുമാനം കൊണ്ട് ചിലപ്പോൾ എന്താക്കൂല, അതിന്റെ മേലെ കുറച്ച് സോപ്പാക്കിയിട്ട് ആ സോപ്പ് ഇങ്ങനെ നടത്തും. അപ്പൊ നമ്മൾ എന്തു പറയും? നല്ലോണം അവർക്ക് നല്ലോണം അവർക്ക്. അപ്പോൾ ഓള് പറയും, ഓളെന്തു പറയും? എനിക്ക് വേദനയാവെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ എന്നെ വേദനയാക്കലാണ് എൻ്റെ നന്മ. തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ആ വേദന ഈ അനുഭവിക്കണം. അതേ സമയത്ത് ചിലപ്പോൾ ലാസ്റ്റ് ചീത്തയും പറയും. എന്ത്? ഓ വേദനയാക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊല്ലണം. മനസ്സിലായില്ലേ? അവസരം തന്നപ്പോഴത്തിന് മനുഷ്യനെ കൊല്ലുക. ഇത് ചെയ്യണേ. വേദനയാകുമ്പോ സ്വാഭാവികമായി നന്നിൽ നിന്നൊരു വാക്കുണ്ടാണത്. എന്ത്? കൊല്ലണം എന്ന്. അതെന്താ? വേദന ആയിട്ടാണ്. വേദന ആയിട്ടില്ലെങ്കിൽ ചെളി പോവില്ല. വേദന ആയിട്ടില്ലെങ്കിൽ ചെളി പോവില്ല എന്നെ തന്നെയാണ്. പഠിച്ചോ തന്നെ വേദനയാക്കാണ്. എന്ത്? നിന്നിൽ നിന്ന് പോകേണ്ട ഒരു സാധനം പോകേണ്ടതുണ്ട്. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പ്രയാസം. 10 കൊല്ലമായി സെഹറിലാണ് എന്ന് പറഞ്ഞ ഒരാൾ ഈ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ട്. 10 കൊല്ലമായി സെഹറിലാണ്. പോകാത്ത സ്ഥലമില്ല, പോകാത്ത വഴിയില്ല, പോകാത്ത ഉസ്താദില്ല, പോകാത്ത അവസാനം ദാറു ഖുർആനിൽ വന്നതാണ്. അള്ളാഹു അവരെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. പക്ഷെ നോക്കൂ, നിങ്ങൾ ആര് വിചാരിച്ചിട്ടില്ല? അള്ളാഹു വിചാരിച്ചില്ല. ചികിത്സാനെ കുറ്റം പറയണ്ട. ഇത് നിന്റെ ഒരു പീരീഡാണ്. എന്തിന്റെ? സുബ്രിന്റെ. അല്ലെങ്കിൽ 1-ാം ദിവസം തന്നെ അതിന് പറ്റിയ ചികിത്സാരി എനിക്ക് കാണാമല്ലോ. അണ്ണാക്കിൽ വേദന. ഒരാള് അബഹയിൽ ജോലി ചെയ്യുക. ഹൈലോ അബഹയിലോ 2 സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാ എന്നോട് പറഞ്ഞൊരു സംഭവമാണ് പറയുന്നത്. അപ്പൊ അണ്ണാക്കിൽ വേദന, ഭയങ്കര വേദന, ഭയങ്കര വേദന, അസഹ്യമായ വേദന. നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. അങ്ങനെ അയാൾ ഒരു മിസിരി ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ മിസിരി ഡോക്ടർ പറഞ്ഞു, ഫൈനലൊക്കെ സർത്താൻ, എനിക്ക് ക്യാൻസറാണ്. തീർച്ചയായും ഇന്ത്യക്ക് പോയിക്കോ, ഇവിടെ നല്ല ട്രീറ്റ്മെന്റ് ഇല്ല. ഇന്ത്യയിൽ നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. ക്യാൻസറാണ്, പോയിക്കോ. പല ഡോക്ടർമാരും കണ്ട് തിരിഞ്ഞ എന്താ അതിന് കാരണം? അപ്പോൾ കഫീലിനോട് പറഞ്ഞു, എനിക്കൊന്ന് ഖുറൂജ് ആവുക, അടിച്ചോണ്ടാണ്. അങ്ങനെ അടിച്ചപ്പോൾ വിളിച്ചു. പിന്നെ കഫീൽ വിളിച്ചു, ഞാൻ എൻ്റെ വീട്ടിലുണ്ട്, പാസ്പോർട്ട് ഖുറൂജ് ആവുക അടിച്ചിട്ടുണ്ട്, നീ വന്നാൽ പാസ്പോർട്ട് വാങ്ങിക്കോ, എത്രയും പെട്ടെന്ന് പോയിക്കോ പറഞ്ഞു. ടിക്കറ്റും കൊടുത്തു. അങ്ങനെ പിന്നെ വന്നിരിക്കുക. അവരുടെ പുറത്തൊരു ടെന്റ് ഉണ്ട്. ഒരു പിന്നെ മൊലാളിൻ്റെ അറബിയുടെ ഷെയ്ഖിൻ്റെ ഒരു പുറത്തെ ടെന്റ് ഉണ്ട്. അറബികൾക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ ടെന്റിൽ അറബിയെ
വന്നിരുന്നു. അപ്പൊ അറബി എന്ത് ചെയ്തു? പിന്നെ എടുത്തുകൊണ്ടുവരാൻ വേണ്ടി കാവയോ മറ്റോ കൊണ്ടുവരാൻ വേണ്ടി ഉള്ളിൽ പോയി. അപ്പൊ അറബിയുടെ ഒരു ബന്ധുവായ ഒരു വയസ്സൻ അവിടെ വിരുന്ന് വന്നിരുന്നു. അപ്പൊ ഈ വയസ്സൻ എന്നോട് ചോദിച്ചു, എനിക്ക് എന്തേ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്ത്? അണ്ണാക്കിൽ വേദനയാണ്, സഹിക്കണില്ല, സെർത്താനാണ്, ക്യാൻസർ ആണ് എന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ത്യയിലേക്ക് പോവുകയാണ് ഒക്കെ പറഞ്ഞു. അപ്പോ ഇയാള് ഈ പഴയ ഈ വയസ്സൻ പറഞ്ഞു, ഇതിന് അടുത്തിരിക്കുക ഇഫ്താഖ് വായും തുറക്കുക. വായി തുറന്നപ്പോ ഇയാളിത് ഇങ്ങനെ നോക്കി ഒറ്റ കുത്ത കൊടുത്തു. കട്ട 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 എന്നാണ് ചോരണം. മാറിയിട്ടാ മാറി 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 അത് വേസ്റ്റ് ചോര കിട്ടിയതാ, ക്യാൻസർ ഒന്നുമില്ല. പിന്നെ അയാൾ പുറത്തു പോയി ഒരു ചെടിയിൽ നിന്ന് എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അയാൾ അത് പിഴിഞ്ഞിട്ട് അണ്ണാക്കിൽ കുറച്ച് നേരം, ഇനി ഭക്ഷണം ഒന്നും കഴിക്കേണ്ട കുറച്ച് നേരം അണ്ണാക്കി തേച്ചു കൊടുത്തു. മുറി ഉണങ്ങും, പെട്ടെന്ന് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഇവിടെ ഖുറൂജ് ഔദ അടിച്ചു, ടിക്കറ്റ് കൊടുത്തു. മനസ്സിലായില്ല, കഴിഞ്ഞു, ഇനിയൊന്നും ഉണ്ടാവില്ല, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതായത് അണ്ണാക്കിൽ ഇത് കിട്ടിയതാണ്. ക്യാൻസർ നിനക്കില്ല, ക്യാൻസർ ലക്ഷണം നിന്നിൽ കാണില്ല. ഇത് അണ്ണാക്കിൽ വേസ്റ്റ് ചോര വന്ന് കിട്ടുക, ഇടും ഒറ്റ കയറ്റം. ആ വിരലിനുള്ളൂടെ ഇങ്ങോട്ട് കാട്ടകട്ടെ ചോര വന്നു. എന്തോ അയാൾ അവിടെ തേച്ചു, കഴിഞ്ഞു, ഇനി ഉണ്ടാവില്ല കേട്ടോ. എന്തേ കാര്യം? ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചു? ഇപ്പൊ എന്താ സംഭവിച്ചു? നിനക്ക് അപ്പോൾ തന്നെ അത് സുഖപ്പെടുത്താൻ അല്ലാഹു തആല തീരുമാനിച്ചു. ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട് കാലിന് പഴുപ്പ് എന്നും. അങ്ങനെ ഡോക്ടർമാർ, അപ്പൊ ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോയി പല ഡോക്ടർമാരും ഉണ്ട്, അങ്ങനെ കണ്ട് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു അത് അങ്ങനെ വാദമാണ്, മറ്റേ വാദമാണ്, മറിച്ച വാദം 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 വാദത്തോട് വാദം, എല്ലാവരും വാദം തന്നെ. പല മരുന്ന് തേച്ചു, അലോപ്പതി, ആയുർവേദം, യുനാനി, നാടൻ മരുന്ന്, ഇതൊക്കെ കൊല്ലങ്ങൾ, അനവധി കൊല്ലങ്ങൾ തേച്ചു, ഒലി നിന്നില്ല. ഇങ്ങനെ ചെലം ഒലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇയാളിനോട് പറയാണ്, ഒരിക്കൽ ഞാൻ വെയിൽ കാഞ്ഞു, രാവിലെ ഒരു 9 മണിക്ക് വീട്ടിൻ്റെ മുന്നിലോ മറ്റോ, ഈ കടൻ്റെ മുന്നിൽ വീടിയുണ്ട്, വെയിൽ കാഞ്ഞിരുന്നപ്പോ എനിക്ക് ഇവിടെ അങ്ങനെ ആ പൊട്ടി ഒലിക്കണോടത്ത് മാന്താൻ തോന്നുന്നു. അപ്പോൾ മാന്തി നോക്കുന്ന നേരത്ത് മാന്തിയപ്പോ എന്തുമല്ലോ എന്റെ നഖം തടയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഒന്നും കൂടി ഊക്കിൽ മാന്തി. അപ്പോൾ ഒരു സാധനം അങ്ങനെ വെളിപോയി. അപ്പൊ കുറച്ചും കൂടി മാന്തി നോക്കുമ്പോ ഡും ഒരു എല്ലിന്റെ കഷ്ണം പുറത്തേക്ക് കഴിഞ്ഞു. അപ്പൊ ഇയാൾ പറയാണ്, 10-18 കൊല്ലം മുമ്പ് ഇയാൾ ആദ്യം ഗൾഫ് ചെന്ന സമയത്ത് മസ്രയിൽ ആട് മേച്ചിരുന്നു. ആ ആട് മേച്ച സമയത്ത് എന്തോ ഒന്ന് കാലിൽ കുത്തിയത് ഓർമ്മയുണ്ട്. പിന്നെ നോക്കുമ്പോ അടയാളൊന്നോട്ട് കണ്ടില്ല. 2 ദിവസം ഒരു തോലിറങ്ങി വേദന ഉണ്ടായില്ല, പിന്നെ ഒന്നും ഉണ്ടായില്ല. പിന്നെയാണ് കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേന് ഇത് മറന്നു. സംഭവം എന്താ? ഇത് വാദമല്ല വീതമല്ല. ഇതെന്താ പ്രശ്നം? നിന്റേതല്ലാത്തൊരു എല്ലിന്റെ കഷ്ടം നിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ സ്വാഭാവികമായി നിന്റെ ശരീരം അതുമായി പൊരുത്തപ്പെട്ടില്ല. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഒരു പഴുപ്പുണ്ടാവും, വീക്കുണ്ടാവും. അതങ്ങനെ എന്ത് വാദമല്ല. ഡോക്ടർമാർ മുഴുവൻ എന്ത് പറഞ്ഞു? ഇത് അങ്ങനത്തെ വാദാണ്, ഇങ്ങനത്തെ വാദാണ്, ഇത് മാറൂല, ഇത് മരണം വരെ മരുന്ന് കുടിക്കേണ്ടി വരും, കഷായം കുടിക്കേണ്ടി വരും. ഇത് കഷായത്തിന്റെ പ്രശ്നമേ അല്ല. കുടിച്ച കഷായം ലാഭം നഷ്ടം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത്? എന്തേ ഇപ്പൊ 10-18 കൊല്ലം അങ്ങനെ ആയത്? അത്രയും കാലം നിന്നെ ശുദ്ധത്തിലാക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ അത് അന്ന് തന്നെ നിനക്കൊന്ന് ചുരണ്ടാൻ തോന്നും. അപ്പോൾ അത് ചാടും. ഇതിന്റെ ലാഭം റബ്ബിനോട് എല്ലാ രാത്രിയും ഇജ് പറയും. ഡോക്ടർമാർ പറയും എന്ത്? മരണം വരെ മരുന്ന് കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ തഹജ്ജുദ് നിസ്കരിച്ച് എന്ത് പറയും? റബ്ബേ ഇത് മാറ്റി തരണം, റബ്ബേ ഇത് മാറ്റി തരണം, റബ്ബേ 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 റബ്ബേ. അപ്പൊ 18 കൊല്ലത്തെ തഹജ്ജുദ് കിട്ടും. മാറി കഴിഞ്ഞു. പിന്നെ അങ്ങനെ പെണ്ണുങ്ങളെ പറ്റി പിടിച്ച് കടന്നുറങ്ങും. എന്താ ഓർമ്മ ഉണ്ടാവില്ല? തഹജ്ജുദ് ഓർമ്മ ഉണ്ടാവും. ഇമ്മാന്തക്കുനഫി ശിദ്ദത്തി, ചിലപ്പോൾ നിനക്ക് പ്രയാസത്തിലായിരിക്കും.
എന്താ? സബറ. സബർ റബ്ബ് നിന്നോട് ആവശ്യപ്പെടാം. അവിടുത്തെ ഹക്ക് തആലയുടെ തേട്ടം നിന്നിൽ നിന്ന് എന്തുണ്ടാകലാണ്? ഹക്ക് തആലയുടെ തേട്ടം നിന്നിൽ നിന്ന് സബർ ഉണ്ടാവലാണ്. ആദ്യത്തെ ഭാഗത്ത് ഹക്ക് തആല നിന്നിൽ നിന്ന് തേടുന്നത് ശുക്റാണ്. നിനക്ക് എന്ത് തരുമ്പോൾ? ഞമ്മ തരുമ്പോൾ. 2, നിനക്ക് പ്രയാസം തരുമ്പോൾ നീ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. 10 കൊല്ലം 15 കൊല്ലം ഒന്നും പറയണ്ട. അതൊക്കെ നിനക്ക് നന്മയാണ്. ഇതെല്ലാം മാറിയാലോ? പിന്നെ നമ്മൾ അങ്ങനെ തഹജ്ജുദൊന്നും കരുതി കൂട്ടി നിസ്കരിക്കൂല. പിന്നെ അങ്ങനെ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കൂല, ഒന്നുമില്ല. അവൻ പകലും എന്നും ഭാര്യയും ഭർത്താവും കൂടി ജീവിക്കുകയാണ്. ഭാര്യ നല്ല സ്വാലിഹത്താണ്. അവളെ എപ്പോഴും ദ്വാർക്കും, പഠിച്ചോനെ എൻ്റെ പുതിയാപ്പിളക്കൊന്നും പറ്റരുതേ. ഓനെണീക്കൂല. എന്തുകൊണ്ട് ഓനെണീക്കൂല? എന്തുകൊണ്ട്? ഓളം ദ്വയുണ്ടല്ലോ. ഇനിയിപ്പോൾ ഓന് കടന്നാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓൾ തെറ്റിപ്പോയാലോ? നിങ്ങളെൻ്റെ കൂടെ ഇല്ല, ഓളാണ് തെറ്റിപ്പോയാലോ? കാക്ക നിങ്ങൾക്ക് വേണ്ടിയുള്ള കാലം വരെ നിങ്ങൾ പണി നോക്കി, ഞാനില്ല. പലപ്പോഴും ഒളിഞ്ഞില്ല. അപ്പൊ ഇനി തഹജ്ജുദ് മറക്കൂല. എന്തുകൊണ്ട്? അങ്ങനെ നിനക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാവുന്ന ഒരാൾ ഇപ്പോൾ ഇല്ല. നിങ്ങളിൻ്റെ കൂടെ അല്ല. മനസ്സിലായോ? അതാണ് അപ്പൊ അവിടെ ഭാര്യ തെറ്റിപ്പോകൽ നല്ലതാണ്. ഇനി ഭാര്യ തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കാൻ നിന്നാലോ അപ്പോൾ ഇവൻ ചൂടാവും. നിസ്കാരക്കുപ്പായവും നിന്നെ നിസ്കാരവും ദ്വയും കണ്ണീരും ഇതൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കാണാനില്ലല്ലോ എന്ന് പറയണ എന്തിനാ? ഇപ്പം പറഞ്ഞോളെ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്ക് ഇല്ലെങ്കിൽ നിന്റെ കഥ പോക്കാണ്. ഇജി ദ്വാരക്കണോണ്ടാണ് ഞാനിവിടെ എല്ലാവർക്കും കഴിഞ്ഞോട്. ഓള് ദ്വാർന്നിട്ടില്ലെങ്കിലോ ഓണീക്കും. ഇനി തഹജ്ജുദ് ഇപ്പം തുടങ്ങും. എന്തുകൊണ്ട്? ഓളെ നിർത്തി. അപ്പോൾ അവള് തഹജ്ജുദ് നിർത്തൽ നിനക്കല്ലാണ്. എന്തുകൊണ്ട്? പറയാങ്ങായി തഹജ്ജുദ് തുടങ്ങി. അപ്പൊ പിന്നെ ഓളും പറഞ്ഞു എന്ത് ആയിക്കോട്ടെ ആയിക്കോട്ടെ എനിക്കും നോക്കിയതാ. നമ്മളിങ്ങനെ ദ്വാരന്ന് തരാ, നിങ്ങളിങ്ങനെ മൂക്കറ ഇട്ടാണ് കിടക്കുക. അപ്പൊ അതൊന്നും ആണ്ടെന്ന് വിചാരിച്ച് ഞാൻ തൽക്കാലം നിർത്തിയതാ. അപ്പോൾ നീ ഒരു പ്രയാസത്തിലാണെങ്കിൽ നിന്നിൽ നിന്ന് എന്തുണ്ടാകണം? എന്തുണ്ടാവണം? സബറുണ്ടാവും. പ്രയാസവും നല്ലതാണ്. ചിലപ്പോൾ നീ കുറ്റം ചെയ്യായിരിക്കും. അബ്ദ് എന്തും ചെയ്യും. അപ്പോൾ നിന്നിൽ നിന്ന് ഹക്ക് തആല ആവശ്യപ്പെടുന്നത് തൗബയാണ്. തൗബ ചെയ്താലോ അത്തായിബ മിന ദംബി കമൻ ലാ ദംബ ലഹു. കുട്ടിയായി തൗബ ചെയ്ത കുട്ടിയായി. പഠിച്ചാൽ ഒരിക്കലും നിന്നെ നീ തെറ്റിയത് എന്തുകൊണ്ടാ? തെറ്റിയത് എന്തുകൊണ്ടാ? ഒരു തെറ്റിന്റെ പേരിൽ നീ കുട്ടിയായി. പിന്നെ എന്നും കാര്യം പഠിച്ചോനെ അങ്ങനെ സംഭവിച്ചല്ലോ. ഇപ്പൊ ആരായി ഇപ്പോ കുട്ടിയായി? ഏതാണ് ഈ കുട്ടി? ഇത് വേറെ ഹദീസാണ്.